ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. ഉത്തരം മരുഭൂമി. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം മരുഭൂമി. അടുത്ത ചോദ്യം, റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ചോദ്യങ്ങളൊന്നുകൂടി വായിക്കാം. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം മരുഭൂമി. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഉത്തരം ചിക്കമംഗ്ലൂർ. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ഏതാണ്? ചിക്കമംഗ്ലൂർ. അടുത്ത ചോദ്യം, റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ചോദ്യങ്ങളൊന്നും കൂടി വായിക്കാം. ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ചിക്കമംഗ്ലൂർ. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, ജനപദം എന്ന വാക്കിനർത്ഥം. ജനപദം എന്ന വാക്കിനർത്ഥം. ഉത്തരം ജനം അധിവസിച്ച സ്ഥലം. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ഉത്തരം ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. അടുത്ത ചോദ്യം, ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ചോദ്യങ്ങളൊന്നും കൂടി വായിക്കാം. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പോയിൻറ്റ്സുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക്